നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസന്റെ മൂന്നാം ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പഠനജാലകം. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെ വസ്തുനിഷ്ഠമായി പരിചയപ്പെടുത്തുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും. പൂർണ്ണമായും ബഹുവർണ്ണ അച്ചടിയിൽ ഹാർഡ് കവർ ബൈൻഡിംഗ് സഹിതം. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫിയിലെ തുടക്കക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു പുസ്തകം. വീഡിയോ ട്യൂട്ടോറിയലുകളും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സോഫ്റ്റ്വെയറുകളുടെ ട്രയൽ പതിപ്പുകളും അടങ്ങിയ അനുബന്ധ DVD-യും പുസ്തകത്തോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പുസ്തകം ഓൺലൈനായി വാങ്ങുന്നതിനും ചുവടെ നൽകിയിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. മലർവാടി ആർട്സ് ക്ലബിനും തട്ടത്തിനും മറയത്തിനും ശേഷം നിവിൻ പോളിയുമൊത്ത് വിനീത് ശ്രീനിവാസൻ ഇത് മൂന്നാം വട്ടം. അല്ലലുകളില്ലാതെ 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ചെലവഴിച്ച ശേഷം സന്തോഷത്തോടെ വീട്ടിൽ പോകാൻ കഴിയുന്ന ഫീൽ ഗുഡ് സിനിമകളുടെ ഗണത്തിലാണ് ജേക്കബിന്റെ സ്വർഗരാജ്യവും ഇടം നേടുന്നത്. വെൽക്കം ടു ദുബായ് മാം. ദുബായിൽ സ്വയം സംരംഭകനായി മുന്നേറുന്ന ഒരു മലയാളി. അയാൾക്ക് ബിസിനസ്സിൽ അവിചാരിതമായി നേരിടുന്ന തിരിച്ചടി. അതിനെ അയാളും കുടുംബവും ഒറ്റക്കെട്ടായി നിന്നു തരണം ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഇനി എന്ത് സമ്പാദിക്കാനാണ്? ഐ ആം ദി വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്. വിനീത് ശ്രീനിവാസന്റെ സുഹൃത്തായ ഗ്രിഗറി ജേക്കബിന്റെ കുടുംബത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമയെന്ന് തുടക്കവും ഒടുക്കവും എഴുതി കാണിക്കുന്നുണ്ട്. ചില ചില്ലറ തമാശകളും കുറച്ചു വൈകാരിക മുഹൂർത്തങ്ങളും ഇടയ്ക്ക് 2 നല്ല ഗാനങ്ങളും ഒക്കെയായി പ്രത്യേകിച്ചൊരു ഗുണദോഷവും പറയാനില്ലാതെ ചിത്രം അങ്ങനെ തുടങ്ങിത്തീരുന്നു. അമിത പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയാൽ ഒരുപക്ഷെ കൊള്ളാമെന്നൊരു തോന്നലിൽ തന്നെ തിയേറ്റർ വിടാം. ആദ്യാവസാന വേഷമാണ് ജേക്കബിന്റെ മൂത്തപുത്രനായ ജെറിയെങ്കിലും ഒരു കാഴ്ചക്കാരനായി നിൽക്കുക മാത്രമാണ് നിവിൻ പോളിക്ക് പ്രസ്തുത കഥാപാത്രമായി അധികവും ചെയ്യാനുള്ളത്. ആദ്യ പാതിയിൽ രഞ്ജി പണിക്കരുടെ ജേക്കബും രണ്ടാം പാതിയിൽ ജേക്കബിന്റെ ഭാര്യ ഷേർലിയായി ലക്ഷ്മി രാമകൃഷ്ണനും ശ്രദ്ധ നേടുന്നു. ജേക്കബിന്റെയും ഭാര്യയുടെയും മറ്റു മക്കളായി ശ്രീനാഥ് ഭാസിയും എയ്മ സെബാസ്റ്റ്യനും സ്റ്റാസനും ഒക്കെ വരുമ്പോൾ വിശ്വസനീയമായ ഒരു കുടുംബാന്തരീക്ഷം സംവിധായകന് സൃഷ്ടിച്ചെടുക്കാനായി. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. ഉപദേശ രൂപത്തിൽ ആദ്യപാതിയിൽ ആവർത്തിച്ചു വരുന്ന അച്ഛൻ മകൻ സംഭാഷണങ്ങൾ രഞ്ജി പണിക്കരുടെ സരസതയിലാണ് കണ്ടിരിക്കാനാവുന്നത്. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി, സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. അച്ഛൻ മക്കൾ കളികളിൽ നിന്നു മാറി കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സംഭവ കഥയെ അടിസ്ഥാനമാക്കിയെന്ന് എഴുതി കാണിക്കുന്നതിലപ്പുറം ആ രീതിയിൽ ഒരു ഗൗരവം സിനിമയ്ക്ക് കൈവരുന്നില്ല. അവിടെയാണ് ജെറി എന്ന കഥാപാത്രം ശക്തമായ സാന്നിധ്യമാവാതെ പോയത്. ഉപകഥാപാത്രങ്ങളായി അശ്വിൻ കുമാർ, സായി കുമാർ, TJ രവി, ദിനേശ് പ്രഭാകർ തുടങ്ങിയവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികവോടെ ചെയ്തു. 3-4 സീനുകളിൽ തലകാണിക്കുന്ന റബ മോണിക്ക, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിവരൊക്കെ പേരിനുണ്ടെന്ന് പറയാം. ജോമോൻ ടി ജോണിന്റെ ക്യാമറയും രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റിംഗും മുൻ ചിത്രങ്ങളിൽ എന്ന പോലെ ഇവിടെയും വിനീത് ശ്രീനിവാസന്റെ തുണയ്ക്കെത്തുന്നു. മനു മഞ്ജിത്ത്, ഹരിനാരായണൻ തുടങ്ങിയവരുടെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണമിട്ട ഗാനങ്ങളും സിനിമയ്ക്കുതകുന്നു. വിനീതും കാവ്യാജിത്തും ചേർന്ന് പാടിയ ഈ ശിശിരകാലം എന്ന ഗാനവും അതിന്റെ ഈണവും ചിത്രത്തിന്റെ സ്വഭാവത്തിനും നന്നായി ഇണങ്ങുന്നു. നടന്ന കാര്യങ്ങളിൽ അധികം വെള്ളം ചേർക്കേണ്ടെന്ന് കരുതിയാവാം അടിയിടിയും അതിനാടകീയ രംഗങ്ങളും ഒന്നും ചിത്രത്തിലില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രത്തിൽ അതൊന്നും ഇല്ലാത്തത് നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. സന്തോഷത്തോടെ വേണം ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനെന്നാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. അങ്ങനെ സന്തോഷത്തോടെ കടന്നിരിക്കുന്നവരെ മുഷിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല എന്തായാലും ഈ ചിത്രം. അതിനപ്പുറം ഒരു സിനിമാനുഭവമായൊക്കെ ജേക്കബിന്റെ സ്വർഗരാജ്യം മാറുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ വിഷുക്കാലത്തിറങ്ങിയ ഇതര സിനിമകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുടുംബ സദസ്സുകളെ ആകർഷിക്കാനുള്ള വകയുള്ളത് ഈ ഒരു ചിത്രത്തിലാണ്. Dear Lord, may your grace and love be the foundation of this family till your kingdom come. Amen.
ആ ഒരു കാരണത്താൽ ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന പഴഞ്ചൊല്ലിനെ ഒന്നിൽ പിടിച്ചാൽ മൂന്നെന്ന പുതുചൊല്ലാക്കി മാറ്റി എഴുതാൻ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ഷാൻ റഹ്മാനും എല്ലാം ചേരുന്ന കൂട്ടായ്മയ്ക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലൂടെ സാധിക്കുമെന്ന് കരുതാം. ചിത്രവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമന്റായി രേഖപ്പെടുത്തുക. മുൻപിറങ്ങിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾക്കായി ഇടതുവശം നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ മൗസ് അമർത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും വണക്കം.